ആടെ പോത്ത് കോഴി നല്ല കബാബ നല്ല ബിരിയാണി പൊടി താടം വെരി വെരി हलवा भैया ये क्या है भैया? कमल ककड़ी लोटस 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 तामरियो नंद तामरियो രസമുണ്ടല്ലോ അല്ലേ? പക്ഷെ തണുത്തില്ലേ, ചൂടില്ലല്ലേ? 120 ഞങ്ങൾ ഈ ഒരു സാധനം വാങ്ങിട്ടോ. ഇതെന്താ വെച്ചാൽ നമ്മളെ താമരേന്റെ തണ്ട് ഉണ്ടാവല്ലോ, അതിനോട് ഉണ്ടാക്കിയൊരു സാധനം കേട്ടോ. താങ്ക് യു ഭയ്യ. നമുക്ക് മാർക്കറ്റിൽ നിന്ന് എന്താ പറയാ ഡ്രസ്സ്, സ്കാർഫ്, ഗ്ലൗസ്, പിന്നെ മാത്രം കിട്ടുന്ന മറ്റേ ഷിക്കാറായിഡിന്റെ ഒക്കെ അങ്ങനത്തെ ഒരു ഡ്രസ്സ് അല്ല മറ്റേ സോറി മറ്റേ ബോട്ട് നമ്മളെ ഇതുണ്ടല്ലോ, നമ്മൾ കന്യാകുമാരിയിലൊക്കെ പോയാൽ കിട്ടണം, എന്തായാലും പറയാ നമ്മളെ ഈ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ പോണത് ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. ഫുഡ് സ്ട്രീറ്റാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഫുഡ് സ്ട്രീറ്റിലേക്കുള്ള കവാടം. തുറന്നു വെച്ചിരിക്കുന്ന കവാടത്തിലൂടെ അമ്മ നടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ. रोटी रायता साथ में विद रोटी विद रायता 3 स्टिक 100 में 3 स्टिक. चिकन भी है, मटन भी है, बीफ भी है. नहीं 3 स्ट्रिप मिलेगा क्या? 3 स्टिक 2 रोटी विद रायता. ആ വാങ്ങണോ? കബാബ് വാങ്ങണോ? നിങ്ങളെന്തെല്ലാം വാങ്ങി? നിങ്ങളെന്താ വാങ്ങിയേ? ഇത് മിക്സ് ചെയ്തിട്ട് ഇതെന്താ സാധനം? സാധനം എന്താ അറിയോ? നമ്മളവിടെ കണ്ടില്ല നിങ്ങള് വാൽനട്ട് ഫഡ് ജയിച്ചോ? ഇവിടെ വന്നിട്ട് വാൽനട്ട് ഫഡ് ജയിക്കാതെ പോയി. 1800 ചില്ലാൻ വാവ് ആയിട്ടുണ്ടോ? വാവ് ആയിട്ടുണ്ടോ? നിങ്ങൾ കഴിച്ചോളി, നമ്മളൊന്ന് ട്രൈ ചെയ്യട്ടെ. 3 स्टिक 100 रुपए 2 रोटी. മലയാളം ആത്ത 2 स्टिक 100 रुपए 2 रोटी. ചിക്കൻ സ്റ്റിക്ക് 3 സ്ട്രിപ്പ് പോയ്യ चिकन ചിക്കനെ. എല്ലാരും ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ ഗായ്സ് ചിക്കൻ 2 സ്ട്രിപ്പ് 100 രൂപ 2 റൊട്ടി. ചിക്കൻ മതി. പേരെന്താ മക്സൂർ എന്ന് പറഞ്ഞ ബായിന്റെ ഷോപ്പിൽ നിന്നാണ് നമ്മളിനി ഭക്ഷണം കഴിക്കാൻ പോണത്. താങ്ക് യു ഭയ്യ. കോഴി നല്ല കബാബ നല്ല ബിരിയാണി പൊടി താടം വെരി വെരി. ഓക്കെ താങ്ക് യു താങ്ക് യു. അപ്പൊ നമ്മള് മൂപ്പരെ ഷോപ്പിൽ നിന്ന് ഇത് കഴിച്ചു നോക്കാം. 3 स्टिक 100 रुपए. 3 സ്റ്റിക്ക് 100 रुपए. ചിക്കൻ ചിക്കൻ चिकन 2 स्टिक 100 रुपए. कोई കോഴി 100 रुपए. ഓക്കെ ബൈ. ടോട്ടൽ എത്ര സ്റ്റിക്ക് വേണോ? 3 സ്റ്റിക്ക്. ഞാൻ പറഞ്ഞുതരാം ഭയ്യ. 2 സ്റ്റിക്ക് കബാബ്, ചിക്കൻ കബാബ്. പിന്നെ എത്ര സ്റ്റിക്ക്? 1 സ്റ്റിക്ക് 2 സ്റ്റിക്ക് ബീഫ്. ആ പിന്നെ മുസ്കിൽ 2 സ്റ്റിക്ക് ലगा. പിന്നെ ബീഫ് 2. ചിക്കൻ വേണം. चिकन 2 मटन 2 बीफ 3. ബീഫ് नहीं चाहिए भैया. മുണ്ടാണെങ്കിൽ ഞാൻ പറയട്ടെ. 2 മട്ടൻ 2 ചിക്കൻ. 3 स्टिक 100 रुपए मटन. ഓക്കെ 3 സ്റ്റിക്ക് മട്ടൻ 2 ఎంత മട്ടൻ കളിക്കണേ. 2 स्टिक चिकन 2 स्टिक मटन 3 स्टिक मटन. और എത്ര ഇതര് 4 ഹൈദരാബാദി ബിരിയാണി 4 ഹൈദരാബാദി ബിരിയാണി 4 ഹൈദരാബാദ് 4 ഹൈദരാബാദ് അല്ല സോറി ഹൈദരാബാദി കാശ്മീരി ബിരിയാണി. സോറി അതാണ് എനിക്ക് ഫുള്ള് വേണം.
आदर्श पी सुरेश भैया तुम्हारा नाम क्या है तालिब ये तालिब भैया ये तालिब भैया हमारा എന്താ പറയാ പുതിയ എന്താ പറയാ ആ നയ ഫ്രണ്ട് ഗൈസ് നമുക്ക് കാശ്മീരിൽ നിന്ന് വരെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഗൈസ് പോയോ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഓൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നും മനസ്സിലാവില്ല ടിഷ്യൂ പേപ്പറിൽ ഓ ഗായ്സ് എനിക്കപ്പോ അങ്ങനെ കാശ്മീരിൽ നിന്ന് ഒരു സബ്സ്ക്രൈബറിനെ കിട്ടിയിരിക്കാൻ സുഹൃത്തുക്കളെ ഓ ഞാൻ വളരെ സന്തോഷനാണ് ആ ഞാൻ പറഞ്ഞു കൊടുക്കാം ഓ സീരിയസ് ആയിട്ട് ഒരു പേപ്പർ എടുക്കാൻ പോയിന് കേട്ടോ അയ്യോ ഗായ്സ് ഇതൊക്കെ അസുലഭ നിമിഷല്ലേ കാശ്മീർ വന്നിട്ട് കാശ്മീരിൽ ഒരാളെ കാശ്മീരിനെ കൊണ്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലിൽ എഴുതി വെക്കേണ്ട നിമിഷങ്ങളാണ് അത് ശരിയാ അല്ലെങ്കിൽ എല്ലാവരോടും പറയലാണ് ഗായ്സ് സബ്സ്ക്രൈബ് ചെയ്യും പക്ഷെ ചെക്കനെ പിടിക്കട്ടെ ഇപ്പൊ വരട്ടോ അങ്ങനെ നമ്മുടെ ബീഫ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് ചിക്കനാടാ ചിക്കൻ മട്ടൻ അപ്പൊ ഗായ്സ് നമ്മളെ ചിക്കൻ കബാബീസ് ആത്താ ഹെ ഓരോ പീസ് എടുക്കുക എന്നിട്ട് ഇങ്ങനെ അതിനോട് കൊയ്ക്കാം അയ്യോ ഇത് വന്നില്ലേ ഇവിടെ മെല്ലെ അടിക്കുക ഓരോരുത്തർ ഓരോ പീസ് എടുത്തോളൂ ഓ ബ്യൂട്ടിഫുൾ സോ ബ്യൂട്ടിഫുൾ ഉപ്പ് കുറച്ച് കൂടി നമ്മൾ കാശ്മീരിൽ വന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ എല്ലാ സാധനവും ഒരു 2 മിനിറ്റ് ചൂടുക്കുള്ളൂ പിന്നെ തണുത്തു നോക്കിയാ 2 ചിക്കൻ പറഞ്ഞ് ഞാൻ ഒരു കഷ്ണം കൂടി തിന്നില്ല ചിക്കൻ രസം ആദ്യമേ പറഞ്ഞ ചിക്കൻ പറഞ്ഞോളൂ ചിക്കൻ രസം മട്ടൺ ഒന്ന് നോക്കണം. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ കാശ്മീരി ബിരിയാണി കഴിച്ചോക്കാം. ഇതാണ് നമ്മളെ കാശ്മീരി ബിരിയാണി. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കോഴിക്കോട് തലശ്ശേരിത്തും ദം ബിരിയാണിന്റെ മരുന്നല്ല. ഒരു മന്തി റൈസ് വരത്ത് വലിയ റൈസാണ്. ടേസ്റ്റ് ഉണ്ട്. നമ്മളതില്ലേ തക്കാളി സോസ് ഇല്ലേ അത് വെച്ചിട്ട് ഇങ്ങനെ വരട്ടി എടുത്തൊരു ഐറ്റംസ് ആണ്. രസമുണ്ട്, കഴിക്കാൻ നമുക്ക് എന്തായാലും. ഈ ലോട്ടസ് ഓരോ സ്പെഷ്യൽ ആവുന്നുണ്ട് അല്ലേ? എല്ലായിടത്തും ഉണ്ട്. തണുപ്പത്ത് ഇടുന്ന ടൈപ്പ് കുറെ ചെരുപ്പുകളുണ്ടല്ലോ നമ്മളിയാ. ഇതെന്താ സാധനം? എന്താ വാസിയ? അത് പറഞ്ഞോ, ടേസ്റ്റ് ചെയ്യണോ? വേണോ? വേണ്ട. ഫിഷ് ഉണ്ട്. ഫിഷ് വേണ്ട. വെജിറ്റേറിയൻ ഒരു സലാഡ് ഐറ്റംസ് വന്നിട്ടുണ്ടല്ലേ? അത് ചൂടായി വരുള്ളൂ. നെയ് ചായേ ജീവുള്ള മീന ആടാ. ഈ സാധനം നമ്മള് തിന്ന് തണ്ട് ലോട്ടസിന്റെ ഇവിടെയും കൃഷിക്കാരായിട്ടുണ്ട്. कितना 2000 कितना 200 ആടാ. ഒരാൾക്ക് 200 രൂപ ഐലൻഡിക്ക്. कितना टाइम भैया? आपको कितना टाइम है? 1 आवर है. 1 आवर में आएगा. 45 मिनट. 8 पीपल है. 8 पीपल 2 में जाएगा 4 आदमी. ആണോ? കാണാണ്ടാവോ? പക്ഷെ അതിനാട്ടിൽ നമുക്ക് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യണല്ലേ? ഐലൻഡിൽ എന്താ? അപ്പൊ ഗായ്സ് ഇവിടെ ഷിക്കാർ റൈഡ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഷിക്കാർ റൈഡ് കയറിയിട്ട് ആ ഐലൻഡ് പോകണമെന്നുണ്ട്. 45 മിനിറ്റ് കൊണ്ട് സെറ്റ് ആക്കി തരാറുണ്ട്. അവിടെ ഐലൻഡുകൾ കാണണ്ടോ അറിയില്ല. പക്ഷെ നിറച്ചില്ലേ ഫുള്ള്. അവിടെ ഒക്കെ ഉണ്ടോ ഷിക്കാർ റൈഡ് ഉണ്ടോ? അവിടെ ഒക്കെ കണ്ടോ തോണികള്? അങ്ങനല്ല. 3 മണിക്കൂറിനുള്ളിൽ എന്നാ നമുക്ക് ചോദിച്ചോക്കണോ? സമയം ചോദിച്ചോക്കോ. കൺഫേം ആണെങ്കിൽ ഇത് കൂട്ടിയടിക്കാനുള്ള സാധനമാണ്.
മധുര ആയിരിക്കൂല ഒക്കെ ആ വേണ്ട റിസ്ക് എടുക്കണ്ട നമുക്ക് അന്ന് തന്നില്ലേ ആ വേണ്ട ബാസിക്ക് മറ്റേ വില പേശാനോട് ഭയങ്കര ഞാൻ പറയാം മറ്റുണ്ട് നമുക്ക് ഈ സാധനത്തിന് 150 പറഞ്ഞിട്ട് 100 റുപ്യക്ക് വാങ്ങിക്കൊടുത്തു അപ്പൊ നമുക്ക് പ്രശ്നമില്ല നമുക്ക് മറ്റേ തെർമലിന്റെ പാന്റ് 500 റുപ്യ പറഞ്ഞിട്ട് നമുക്ക് 200 റുപ്യക്ക് വേണം 350 റുപ്യക്ക് പറ്റില്ല എന്നിട്ട് നായി ഡയലോഗ് അടിക്കാം ചേട്ടാ ഇത് മറ്റേ കിലുക്കത്തിൽ രേവതി എന്നിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ തലക്കെടുത്ത് ഇവിടെ എന്താ ഇപ്പൊ കാര്യമായിട്ടുള്ള വെച്ചാല് എന്താ പറയാ വാസിയെ മാർക്കറ്റില് ഇതന്നെ ആവശ്യമുള്ളവർക്ക് ഇറങ്ങി വേണ്ട സാധനങ്ങൾ തേങ്ങ കൊപ്രടാ മഞ്ഞ കളറുള്ള ആപ്പിൾ ഉണ്ട് കൈസ് ഇവിടെ വേണോ വേണ്ട ഞങ്ങളിപ്പോ ഇങ്ങനെ വെറുതെ തേരാപ്പാര തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് സുഹൃത്തുക്കളെ കാശ്മീർ തെരുവുകളിലൂടെ തണുപ്പ് അടിച്ച് അല്ലേ ഗ്ലൗ ഇടാ ഞാൻ ഇടാം അപ്പൊ കാഴ്ച നമ്മള് കാശ്മീരിലുള്ള ഒരു ബേക്കറി പോലത്തെ സെറ്റപ്പിലുള്ള ഇവിടെ ഗുലാബ് ജാം അതേപോലത്തെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ പേട ഐറ്റംസ് അവിടെ തല കറങ്ങൂടാ അസി ഇങ്ങോട്ട് വാ കാശ്മീർ എന്താ വാങ്ങിയ നോക്കട്ടെ വാങ്ങിയ സാധനം നോക്കട്ടെ രസകൂളെ രസമുണ്ടോ എന്നിട്ട് ഒരു തേങ്ങ ഫില്ല് ചെയ്ത് അങ്ങനെ ഉണ്ടാവും അതാണോ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തരുമോ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ നാട്ടിൽ ഇവിടെ ഫ്രിഡ്ജിന്റെ ആവശ്യമില്ലല്ലേ ഇങ്ങണ്ട് അതന്നെ ഒരു കോക്കനട്ട് ഫില്ല് നമ്മളെ റാഫലോണ്ടൊക്കെ വേറെ ടൈപ്പ് ആണോ ആൾക്കാർ ഷുഗറുണ്ട് കൂടുതൽ സ്വീറ്റ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻസുലിൻ അടിക്കേണ്ടി വരും പെങ്ങളെ കുട്ടിക്ക് കുപ്പായം വാങ്ങാട്ടെ കാശ്മീർ വന്നിട്ട് 8 मंथ बेबी का बच्चे का कितना रुपया है भाई साहब वो ऊपर में है एयर में था 100 रुपये ജാക്കറ്റ് ഉണ്ട് ഇവിടെ എത്ര റുപ്യക്ക് വാങ്ങിയേ ഞാൻ പറയില്ല 600 റുപ്യക്കല്ലോ വാങ്ങിയേ 600 റുപ്യക്കല്ലോ വാങ്ങിയേ 600 റുപ്യക്ക് 500നോ 800നോ 500നല്ലേ നാളെ നമ്മള് ഗുൽമർഗിക്ക് പോവാണ് അപ്പൊ അവിടെ നല്ല മഞ്ഞാണ് അപ്പൊ ഞാൻ മുട്ടായി തെരുവിലും അതേപോലെ SM സ്ട്രീറ്റിൽ അല്ല മറ്റേ ഇവിടെ എന്തെങ്കിലും ഡെക്കാത്തലോണിലൊക്കെ ചോദിച്ചപ്പോൾ ഒരു കോട്ട് ചോദിച്ചു അപ്പൊ കോട്ടിന് ഏകദേശം 3000-2000 റുപ്യ സ്റ്റാർട്ട് ചെയ്യണം പക്ഷെ ഇവിടെ ഞാൻ വാങ്ങിയൊരു കോട്ടേക്ക് ഇവിടെ ഞാൻ ഈ ബായിന്റെ ഷോപ്പിൽ നിന്നാട്ടോ വാങ്ങിയത് ഇവിടെ ആകെ ഇതിന് 600 റുപ്യ ഉള്ളൂ ബർത്താണ് അല്ലേ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള സാധനമാണ് നല്ല സാധനം നല്ല പഫറുള്ള സാധനം ക്യാപ്പ് ഉണ്ട് വിത്ത് ക്യാപ്പ് 4000 2000-3000 റുപ്യ വരുന്ന സാധനത്തിന് നമുക്ക് ആകെ 600 റുപ്യക്ക് ഇവിടെ നിന്ന് കിട്ടി അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ചീപ്പ് റേറ്റുള്ള സാധനം വാങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് മൂപ്പര് ഷോപ്പിൽ നിന്ന് വാങ്ങണം എനിക്ക് നന്നാവും അപ്പോ താങ്ക് യു സോ മച്ച് ഭയ്യ അപ്പൊ ഗായ്സ് നമുക്ക് മലപ്പുറത്തുള്ള അമ്മൂന്റെ നാട്ടിലുള്ള 2 ആൾക്കാരെ കിട്ടി മഞ്ചേരി അതെ നിങ്ങളെ പേരെന്താ റാഫി നിങ്ങളെന്തേനും ജുനൈദ് ഒരു ഫാമിലി ആയിട്ട് വന്നാലേ ഓക്കെ അപ്പോൾ 2 ദിവസമായി നമ്മളെ കാശ്മീരിൽ അടിച്ചുപൊളിയാണ് നാളെ ഗുൽമർഗിലേക്ക് പോവാണ് ഞങ്ങൾ നാളെ ഗുൽമർഗിലേക്ക് പോവാണ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യണം ഓക്കെ എന്നാ ശരി അപ്പോൾ ഗായ്സ് കാശ്മീർ വന്നിട്ട് മലയാളി സബ്സ്ക്രൈബേഴ്സിനാണല്ലോ നമുക്ക് കിട്ടുന്നത് എൻ്റെ ഗീസയിലുണ്ട് മറ്റു സാധനം അപ്പൊ കാഴ്ച നമ്മൾ ശ്രീനഗറിലുള്ള അസറത്ത് ബാലിൽ കൂടെ വന്നപ്പോൾ ഇവിടെ കണ്ട ഏറ്റവും നല്ലൊരു കാഴ്ച ഏറ്റവും നല്ലതും ഏറ്റവും മനോഹരവുമായ ഒരു കാഴ്ച കാണിച്ചു തരാം എല്ലാരും മൂപ്പര് എന്താ പറയാ വേസ്റ്റ് എത്തിക്കാണ് അല്ലല്ല ചൂടുണ്ടാക്കാണ് ये भाई साहब हमको हेल्प करता है मेरा नाम है ഫെയറോസാമാൻ ഭായി നമുക്ക് ഇവിടെ എന്താ പറയാ തീയിട്ടൊന്ന് ചൂടാക്കി തരണ്ട് നല്ല സുഖമുണ്ട് രാത്രി ഇവിടെ കടന്നുറങ്ങിയാൽ നമുക്ക് भैया थैंक यू भाई അണ്ടർ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാല് അപ്പൊ ഗൈസ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ സമയം ഏകദേശം 6:50 ആയിട്ടുള്ളൂ 7 മണി ആവണുള്ളൂ അപ്പോൾ തന്നെ ഏകദേശം നമ്മളെ നാട്ടിലെ 11:30 ആയ ഒരു ഫീലാട്ടോ വണ്ടി കുറഞ്ഞു ഷോപ്പൊക്കെ അടച്ച് എല്ലാരും പെരേ കയറി കാരണം എന്താ വെച്ചാൽ നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പാണ് ഇവിടെ എങ്ങനെയാ വെച്ചാൽ എന്താ പറയാ നമ്മളെ രാവിലേക്ക് ദൈർഘ്യം കുറവും
രാത്രിക്ക് ദൈർഘ്യം കൂടുതലാണ്. അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, മൈനസിലേക്കൊക്കെ ഇറങ്ങിപ്പോകും. ഖാദർ ബായ് വേറെ അറിയൂ, ഞങ്ങളിങ്ങനെ ഫുൾ പർച്ചേസ് ഒരു ജാക്കറ്റ് എടുത്തു വരും നാളത്തേക്ക് ഗുൽമർഗ് പോകുമ്പോടെ. എനിക്ക് മാത്രം 600 rupees ഓൺലി. നമ്മളെ നാട്ടിൽ ചോദിച്ചപ്പോൾ ഏകദേശം 2000 തരുന്നെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ ഡൽഹി പോയ ഇതിനാട്ടി വില കുറച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ആവശ്യമായി നമ്മളെ ഓൾ ഇന്ത്യ അടിക്കുമ്പോൾ നമുക്ക് എന്തായാലും വേണ്ടി വരില്ല. മേഘാലയ ഇൻഷാ അല്ലാഹ് പോണം. അപ്പോൾ ഗൈസ് നമ്മളെ ബസ്സിനടുത്തെത്തി, നമ്മൾ ബസ്സിൽ കയറി പോവുക ഗൈസ്. എല്ലാവരും സൈഡായിട്ട് തോന്നുന്നുണ്ട്. ഇന്ന് രാത്രിക്കത്തേക്കുള്ള ഫുഡ് വന്നിട്ട് നമുക്ക് എന്താ നോക്കാം. കെട്ടിപ്പോയി കൊണ്ടുവന്നു. എല്ലാവരും നല്ല വെയിറ്റിങ്ങിലാണ്. അതെ ഗൈസ്, കിട്ടിയില്ല. നിങ്ങളെ ഫോട്ടോസ് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ, നിങ്ങൾ ഷെയർ ചെയ്ത് തരട്ടെ. ചെക്കന്മാരെ നോക്കി ഒരു സാധനമില്ല, ആകെ ഒരു ടീഷർട്ട്, ഇതിനുള്ളിൽ ഒന്നുമില്ല, ചെഡി പോലും ഇട്ടില്ല എന്നാ പറഞ്ഞേ. കൊല്ലിക്കട്ടി ആലോചിക്ക്, അത് സാധാ ചോറ്. ഡാലറിന്റെ പരിപ്പും കൂട്ടാനല്ലേ. ചെയ്തോണ്ടിരിക്കാണ് നമ്മുടെ കൂടെ ഉള്ളത് അവിനാശ്. എല്ലാടാ ഏത് കോളേജിൽ? IIT കോഹിനൂറിലെ ട്രിപ്പിളിയിലെ പിള്ളേരാണ്. പിള്ളേരൊക്കെ പൊളി വൈബാണ് ഗൈസ്. ഞങ്ങളിപ്പോ കേക്ക് ഡാൻസ് ഇട്ട് പാട്ട് ഡാൻസ് കളിക്കുന്നവരാണ്. ഇപ്പോൾ സമയം ഏകദേശം 11 മണി. ഞാനും അമ്മുക്കുട്ടിയും അതേപോലെ കുറച്ച് വേട്ടാവളിയന്മാരും കൂടി എങ്ങോട്ടാണ് പോകുന്നത്? അതെ, പനിയാർന്നോനാ നോക്കി നോക്കി ഉണ്ടോ അതെ ചവിട്ടി പൊളിക്ക്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല.